ആനയെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ അപകടത്തിൽ സംഭവസ്ഥലം സന്ദർശിച്ച് എ.കെ. ശശീന്ദ്രൻ സംസാരിച്ച വാക്കുകളാണ് നമ്മൾ കേട്ടത്. ആനയെഴുന്നള്ളിപ്പിനിടെ 3 പേരുടെ ജീവൻ നഷ്ടമായ സംഭവത്തിൽ മണക്കുളങ്ങര ക്ഷേത്രത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കി ഉത്തരവ്. ADM-ന്റെ നേതൃത്വത്തിൽ ചേർന്ന നാട്ടാന പരിപാലനത്തിന്റെ ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റി യോഗത്തിലാണ് ഈ തീരുമാനം. അതിനിടയിൽ അപകടത്തിൽ മരിച്ചവരുടെ വീടുകൾ മന്ത്രി എ.കെ. ശശീന്ദ്രൻ സന്ദർശിച്ചു. അഖില CP വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഖില, ഇപ്പോൾ മന്ത്രി സംഭവസ്ഥലം സന്ദർശിച്ചിരിക്കുകയാണ്. അതേപോലെ ഈ കമ്മിറ്റി യോഗത്തിൽ നിർണായകമായ പല തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ജയലക്ഷ്മി, അതായത് യോഗത്തിൽ ഇന്ന് എ.കെ. ശശീന്ദ്രൻ ഇത്തരത്തിൽ ക്ഷേത്രവും അപകടം സംഭവിച്ച ക്ഷേത്രവും മരിച്ചവരുടെ കുടുംബാംഗങ്ങളെയും സന്ദർശിച്ചിരുന്നു. അതിൽ ക്ഷേത്രം സന്ദർശിച്ചതിന് ശേഷം വനമന്ത്രി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നാട്ടാന പരിപാലനത്തിന്റെ ലംഘനം ഉണ്ടായിട്ടുണ്ട്. അതായത് ക്ഷേത്രങ്ങൾ ആനയെ എഴുന്നള്ളിക്കുമ്പോൾ ക്ഷേത്രങ്ങൾ പാലിക്കേണ്ട ഇത്തരത്തിലുള്ള പരിപാലന ഈ നിർദ്ദേശങ്ങളുടെ നിബന്ധനകളുടെ കൃത്യമായ നേരിട്ടുള്ള ലംഘനം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഇത് ശക്തമായ നടപടി അവർക്കെതിരെ ഉണ്ടാകും, അല്ലെങ്കിൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർക്കെതിരെ, ഭാരവാഹികളുമായി ബന്ധപ്പെട്ടവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് ഇത്തരത്തിൽ ഇന്ന് മന്ത്രി നമ്മളോട് വ്യക്തമാക്കിയത്. കാരണം ആരും അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു അപകടമല്ല, അല്ലെങ്കിൽ അപകടം വേണമെന്ന് കരുതി ചെയ്തതല്ല. പക്ഷേ സർക്കാരിന്റെ നിയമ നടപടികളുമായി മുന്നോട്ട് പോയേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നടപടികൾ ഉണ്ടാകും, ശക്തമായ നടപടികൾ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ എ.കെ. ശശീന്ദ്രൻ നമ്മളോട് വ്യക്തമാക്കുന്നത്. അതേപോലെ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് മന്ത്രി പറഞ്ഞത് എന്താണ്? നഷ്ടപരിഹാരം ക്ഷേത്രങ്ങളാണ് കൊടുക്കേണ്ടത്. അതായത് ഇത്തരത്തിലൊരു അപകടം ക്ഷേത്രങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ അത് ക്ഷേത്രമാണ് അതിൽ നഷ്ടപരിഹാരം നൽകേണ്ടത് എന്നുള്ളൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് മന്ത്രി വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ എന്നാലും മുഖ്യമന്ത്രിയുമായി നഷ്ടപരിഹാരത്തിന്റെ കാര്യം സംസാരിക്കും എന്നുള്ളൊരു കാര്യം കൂടെ ഈ ശശീന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ് പറഞ്ഞത്. ക്ഷേത്രങ്ങളാണ് ഇൻഷുറൻസ് തുകയും മറ്റു ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം ക്ഷേത്രങ്ങളാണ് നൽകേണ്ടത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് മന്ത്രി പറഞ്ഞു വെക്കുന്നത്. ജയലക്ഷ്മി. ശരി അഖില, എന്തായാലും സംഭവ സ്ഥലം സന്ദർശിച്ച എ.കെ. ശശീന്ദ്രൻ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. മന്ത്രി പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട നിഷ്പക്ഷമായ അന്വേഷണം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട ക്ഷേത്രം ഭാരവാഹികൾ ആണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. അതുകൂടാതെ തന്നെ സർക്കാർ തലത്തിലും ഇത്തരത്തിൽ ചർച്ചകൾ ഉണ്ടാകും എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞത്. അഖില CP ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.